നമസ്കാരം. ഓം 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം ഷോഡശോധ്യായഃ. 16-ാം അധ്യായത്തിലെ 23 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഒരു സമയത്ത് മഹാവിഷ്ണുവിന് പോലും മഹാലക്ഷ്മിയെ ധ്യാനിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് മനസ്സിൽ പല സംശയങ്ങളും ഉണ്ടായി. താൻ എങ്ങനെയാണ് ഉണ്ടായത്, എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെ. അതുകൊണ്ട് ദേവിയെ ധ്യാനിക്കാൻ തുടങ്ങി. അപ്പോൾ ദേവി അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നു. ദേവിയുടെ കൃപയ്ക്ക് ഒരു അതിരുമില്ലാത്ത കൃപയാണെന്ന് വിഷ്ണുവിന് മനസ്സിലായി. ദേവിയുടെ മന്ത്രം ചൊല്ലിയാൽ അത് സകല ശാസ്ത്രങ്ങളുടെയും സാരമാണ് എന്നും അറിയിക്കുന്നു. അങ്ങനെ മഹാലക്ഷ്മിയുടെ വാക്ക് കേട്ട് വിഷ്ണു ദേവിയെ അതിഭക്തിയെ ധ്യാനിക്കാൻ തുടങ്ങി. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നാഭികമലത്തിൽ നിന്നും ബ്രഹ്മാവ് ജനിച്ചു. ബ്രഹ്മാവ് ദൈത്യന്മാരെ ഭയപ്പെട്ട് ഹരിയെ തന്നെ ശരണം പ്രാപിക്കുകയും ചെയ്തു. പിന്നീട് മധുകൈടഭന്മാരെ മഹായുദ്ധത്തിൽ വിഷ്ണു കൊന്നുകളഞ്ഞു, ബ്രഹ്മാവിനെ രക്ഷിക്കാൻ വേണ്ടി. എന്നിട്ട് വിഷ്ണു ആ ശ്ലോകാർത്ഥം സ്ഫുടമായി ജപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്ന വാസുദേവനെ കണ്ടിട്ട് ബ്രഹ്മാവ് ചോദിച്ചു, അങ്ങ് എന്താണ് ജപിക്കുന്നത്? അങ്ങയേക്കാൾ ഉന്നതനായി മറ്റാരാണുള്ളത്? പിന്നെ അങ്ങ് ആരെയാണ് ഇങ്ങനെ സ്മരിച്ചിട്ടാണ് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബ്രഹ്മാവ് ചോദിക്കുന്നു. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം. ഹരി രുവാച. ശ്ലോകം 24. മയി ത്വയി ചയാ ശക്തി ക്രിയാകാരണലക്ഷണാഃ വിചാരയ മഹാഭാഗ യാ സാ ഭഗവതി ശിവ. എന്നിലും നിന്നിലും ഏത് ശക്തിയാണോ കാര്യകാരണ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ഹേ മഹാഭാഗ, ആ ശക്തിയെ ശിവയും ഭഗവതിയുമായി വിചാരിച്ചാലും. ശ്ലോകം 25. യസ്യാധാരേ ജഗൽ സർവം തിഷ്ഠ്യത്യത്ത മഹാർണവേ സാകാരായ മഹാശക്തിർ അമേയാജ സനാതനേ. ഈ ആഴിപ്പരപ്പിൽ ആരെ ആധാരമാക്കിയാണോ ഈ ജഗത്താകെ നിലകൊള്ളുന്നത്, സഗുണയായ ആ മഹാശക്തി നിത്യയും അപരിച്ഛിന്നയുമാകുന്നു. ശ്ലോകം 26. യയാ വിസൃജ്യതേ വിശ്വം ജഗദേകചരാചരം സൈഷ്യാ പ്രസന്നാ വരദാ നൃണാം ഭവതി മുക്തയേ. ചരാചരാത്മകമായ വിശ്വത്തെ ആരാണോ സൃഷ്ടിക്കുന്നത്, വരദയായ അവൾ പ്രസന്നയായാൽ മനുഷ്യർക്ക് മുക്തിയും നൽകും. ശ്ലോകം 27. സാ വിദ്യാ പരമാ മുക്തേർ ഹേതുഭൂതാ സനാതനി സംസാര ബന്ധഹേതുച്ഛ സൈവ സർവേശ്വരേശ്വരി. ആ ദേവിയാണ് പരമമായ വിദ്യ. സനാതനയായ അവൾ തന്നെ മുക്തിക്ക് ഹേതുവുമാണ്. സർവേശ്വരേശ്വരിയായ അവൾ തന്നെയാണ് സംസാരബന്ധത്തിന് ഹേതുവും. ശ്ലോകം 28. അഹം ച ത്വ അഖിലം വിശ്വം തസ്യാചിച്ഛക്തി സംഭവം വിദ്ധി ബ്രഹ്മന്ന സന്ദേഹഃ കർത്തവ്യ സർവദാ അനഘ. ഞാനും ഈ വിശ്വവുമെല്ലാം ആ ദേവിയുടെ
ചിച്ഛക്തിയിൽ നിന്ന് സംഭവിച്ചതാണെന്നറിഞ്ഞാലും അനഘനായ ഹേ ബ്രഹ്മൻ അതിൽ ഒരിക്കലും സംശയിക്കേണ്ട കാര്യമില്ല. ശ്ലോകം 29. ശ്ലോകാർത്ഥേന തയാ പ്രോക്തം തദ്വൈ ഭാഗവതം കില വിസ്തരോ ഭവിതാ തസ്യ ദ്വാപരാദൗ യുഗേ തഥാ. ശ്ലോകാർത്ഥത്തിലൂടെ ദേവി അരുളി ചെയ്തത് തന്നെയാണ് ഭാഗവതം. ദ്വാപരാദി യുഗങ്ങളിൽ അത് വിസ്തൃതമായി തീരുകയും ചെയ്യും. ദ്വാപരാന്ത്യത്തിൽ വ്യാസൻ അത് വിസ്തരിച്ചു. കൃതയുഗത്തിൽ ഹിരണ്യഗർഭകൃതമായ വിസ്താരവും ഉണ്ടായതായി 12 സ്കന്ധത്തിൽ പറയുന്നുണ്ടല്ലോ. 29 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.